ഇനി അന്തരീക്ഷമർദ്ദവും കാറ്റുകളും എന്നുള്ള ഈ ഒരു പാഠഭാഗമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ആഗോളതലത്തിൽ അന്തരീക്ഷമർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. അഥവാ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് കാറ്റുകൾ. അഥവാ എവിടെയാണോ ഉച്ചമർദ്ദ മേഖലയുള്ളത് അവിടെ നിന്ന് സ്വാഭാവികമായിട്ടും വായു ന്യൂനമർദ്ദ മേഖലയിലേക്ക് സഞ്ചരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാറ്റുകൾ എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ ഇലകൾ ഇളകുന്നത് കൊണ്ട് മാത്രം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഇളം കാറ്റുകൾ മുതൽ സർവനാശം വിതക്കുന്ന കൊടുങ്കാറ്റുകൾ വരെയുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ധാരാളം കാറ്റുകൾ ഭൂമുഖത്തുണ്ട്. കാറ്റുകൾക്ക് പേര് നൽകിയിട്ടുള്ളത് തന്നെ അവയുടെ ദിശ എവിടെ നിന്ന് വീശുന്നു എന്ന് അടിസ്ഥാനമാക്കിയിട്ടാണ് സാധാരണ കാറ്റുകൾക്ക് പേര് നൽകാറുള്ളത്. തെക്കൻ കാറ്റ് തെക്കു ദിശയിൽ നിന്ന് വീശുന്ന കാറ്റാണ്. അതുപോലെ തന്നെ ഉത്ഭവിക്കുന്ന പ്രദേശത്തിൻ്റെ സവിശേഷത അനുസരിച്ചും കാറ്റുകൾക്ക് പേര് നൽകാറുണ്ട്. മാത്രമല്ല കാറ്റിൻ്റെ സ്വഭാവത്തിലും അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ് നീരാവി പൂരിതമായിരിക്കും. എന്നാൽ വരണ്ട പ്രദേശത്ത് നിന്ന് വീശുന്ന കാറ്റ് നീരാവി രഹിതമായിരിക്കും. ഇങ്ങനെ ഓരോ പ്രദേശത്തു നിന്നും വീശുമ്പോൾ ആ പ്രദേശത്തിൻ്റേതായിട്ടുള്ള ചില മാറ്റങ്ങൾ കാറ്റിൽ നമുക്ക് കാണാൻ കഴിയും. കാറ്റിൻ്റെ വേഗതയെയും ദിശയെയും നിർണ്ണയിക്കുന്ന 3 പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. 1. മർദ്ദചെരിവ്, പ്രഷർ ഗ്രേഡിയൻറ്റ്. 2. കോറിയോലിസ് പ്രഭാവം, കോറിയോലിസ് ഫോഴ്സ്, ഘർഷണം, ഫ്രിക്ഷൻ. അഥവാ കാറ്റിൻ്റെ വേഗതയെയും ദിശയെയും സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അവയെ നിർണ്ണയിക്കുന്ന 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. 1. മർദ്ദചെരിവ്, കോറിയോലിസ് പ്രഭാവം, ഘർഷണം. എന്താണ് മർദ്ദചെരിവ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷമർദ്ദം വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിൽ തിരശ്ചീന ചലനത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനത്തെയാണ് മർദ്ദചെരിവ് എന്ന് പറയുന്നത്. അഥവാ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഉച്ചമർദ്ദവും അതിനെ തുടർന്ന് ന്യൂനമർദ്ദവും വീണ്ടും ഉച്ചമർദ്ദവും, അങ്ങനെ ഈ മർദ്ദ വ്യതിയാനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കാറ്റിൻ്റെ സ്പീഡ് കുറയുന്നതിനും കൂടുന്നതിനുമൊക്കെ ഇവ സഹായകമാവാറുണ്ട്. അപ്പം മർദ്ദചെരിവ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള അന്തരീക്ഷ മർദ്ദം വ്യത്യാസമായിരിക്കുകയും ഇത്തരത്തിൽ തിരശ്ചീന ചലനത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനത്തെയാണ് എന്ത് പറയുന്നത്? മർദ്ദചെരിവ് എന്ന് പറയുന്നത്. ഇനി തിരശ്ചീന തലത്തിൽ മർദ്ദവ്യത്യാസം ഏറെയാണെങ്കിൽ അവിടെ മർദ്ദചെരിവ് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഇത്തരം പ്രദേശങ്ങളിൽ കാറ്റിൻ്റെ വേഗതയും കൂടുതലായിരിക്കും. 2 വ്യത്യസ്ത സാഹചര്യങ്ങളിലെ സമമർദ്ദ രേഖകളുടെ ക്രമങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അവയിൽ നിന്ന് ഈ മർദ്ദചെരിവ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കി ഈ തിരശ്ചീന ചലനത്തിൽ മർദ്ദവ്യത്യാസം ഒരുപാടുണ്ടെങ്കിൽ, അഥവാ ഒരു ന്യൂനമർദ്ദം വീണ്ടും ഉച്ചമർദ്ദം വീണ്ടും ന്യൂനമർദ്ദം അടുത്തടുത്ത് വരികയാണെങ്കിൽ കാറ്റിൻ്റെ വേഗത കൂടും. അന്നേരം ഒരു ഉച്ചമർദ്ദം കഴിഞ്ഞ് ഒരു അന്തരീക്ഷത്തിലെ ഒരുപാട് ദൂരം കവർ ചെയ്തതിന് ശേഷമാണ് അടുത്ത ന്യൂനമർദ്ദമെങ്കിൽ കാറ്റിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വേഗത കുറയുകയും ചെയ്യും. കോറിയോലിസ് ബലം. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണ നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നു. ഇതിന് കാരണമാകുന്ന ബലത്തെയാണ് കോറിയോലിസ് പ്രഭാവം അല്ലെങ്കിൽ കോറിയോലിസ് ബലം എന്ന് പറയുന്നത്. അഥവാ മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കോറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാര ദിശയുടെ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയുടെ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നു. ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് അഡ്മിറൽ ഫെറൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച നിയമത്തെയാണ് ഫെറൽ നിയമം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് കോറിയോലിസ് ബലം? ഭൗമോപരിതലത്തിൽ വളരെ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന ഏതൊരു വസ്തുവും ഭ്രമണം കാരണത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ അത് എങ്ങോട്ടാണോ സഞ്ചരിക്കുന്നത് അതിൽ നിന്ന് വലതുവശത്തേക്ക് പോകാനുള്ള ഒരു പ്രവണത കാണിക്കും. ദക്ഷിണാർദ്ധഗോളത്തിലാണോ അത് എവിടേക്കാണോ സഞ്ചരിക്കുന്നത് അവിടെ നിന്ന് ഇടതുവശത്തേക്ക് പോകാനുള്ള ഒരു പ്രവണതയും കാണിക്കും.
ഈ ഒരു ബലത്തെയാണ്, അല്ലെങ്കിൽ ഈ രണ്ട് ധ്രുവങ്ങളിലും ഭൂമധ്യരേഖ കഴിഞ്ഞ് ധ്രുവങ്ങളിലേക്ക് അടുക്കുമ്പോഴുണ്ടാകുന്ന ഈ ഒരു ബലത്തെയാണ് എന്ത് പറയുന്നത്, കോറിയോലിസ് ബലം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രഭാവത്താൽ സാധാരണ രീതിയിൽ ഉത്തരാർദ്ധഗോളത്തിൽ അടിച്ചു വീശുന്ന കാറ്റ് വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ അടിച്ചു വീശുന്ന കാറ്റ് സഞ്ചാരദിശയുടെ ഇടതുവശത്തേക്കും ചലിക്കുന്നു. ഈ ഒരു കാര്യം കണ്ടെത്തിയ വ്യക്തിയാണ് അഡ്മിറൽ ഫെറൽ. അതുകൊണ്ട് ഈ നിയമം ഫെറൽ നിയമം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തത്, ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് സാഹചര്യത്തിലാണ് കാറ്റ് തടസ്സം കൂടാതെ മുന്നോട്ട് പോവുക എന്നാണ് ചോദ്യം. അപ്പോൾ സമുദ്രോപരിതലം, നിരപ്പായ ഭൂപ്രദേശങ്ങൾ എന്നീ സ്ഥലങ്ങളിലാണെങ്കിൽ ഘർഷണം കുറവാണ്, അതുകൊണ്ട് കാറ്റിൻ്റെ വേഗത കൂടും. എന്നാൽ ദുർഘടമായ ഭൂപ്രകൃതി, മരങ്ങളൊക്കെ ഉള്ള പ്രദേശങ്ങളാണെങ്കിൽ അവിടെ ഘർഷണം കൂടുതലാണ്, അപ്പോൾ കാറ്റിൻ്റെ വേഗത കുറയും. അപ്പോൾ ഘർഷണം കൂടുതലാകുമ്പോൾ കാറ്റിൻ്റെ വേഗത കുറയുന്നു, ഘർഷണം കുറയുമ്പോൾ കാറ്റിൻ്റെ വേഗത കൂടുകയും ചെയ്യുന്നു.